ഏറെ പ്രിയങ്കരായ ദയ ആശുപത്രിയിലെ പല വിധത്തിലുള്ള പരിചരണങ്ങളിൽ ഏർപ്പെട്ട സുഹൃത്തുക്കളെ, ദയയുടെ അഭ്യുദയ കാംക്ഷികളെ, ദയ ആശുപത്രി 25ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ദയയ്ക്ക് 25 വർഷമായി എന്നാണ്. ബുദ്ധൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കരുണയ്ക്ക്, മൈത്രിക്ക്, ഉപേക്ഷ അഥവാ ത്യാഗത്തിന്, മുദിതത്തിന് അഥവാ ആത്മീയമായ ആഹ്ലാദത്തിന് 25 വർഷമായി എന്നാണ്. കാരുണ്യത്തിൻ്റെ വളരെ മൂർത്തമായ ഒരു ഉദാഹരണമായി എന്നും ചൂണ്ടിക്കാട്ടാവുന്ന ഒരു സ്ഥാപനമായിരുന്നിട്ടുണ്ട് ദയ ആദ്യം മുതലേ. ഞാനിത് കേവലം ഒരു സാക്ഷി എന്ന നിലയിൽ പറയുന്നതല്ല, ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ തന്നെ പറയുന്നതാണ്. കഴിഞ്ഞ 16-17 മാസമായി പലതവണ ദയയിൽ രോഗിയായി കിടക്കുകയും പലതവണ പല വകുപ്പുകളിലെ ഡോക്ടർമാരെ സന്ദർശിക്കുകയും പലതവണ അവിടുത്തെ വിസ്മയകരമായ കാരുണ്യത്തെ, പരിചരണത്തെ, സ്നേഹത്തെ അനുഭവിക്കുകയും ചെയ്ത ഒരാൾ എന്ന നിലയിൽ ആണ് ഞാനിവിടെ ദയയുടെ ഈ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആശുപത്രികൾ കേവലം വ്യവസായശാലകളായി മാറുന്ന ഒരു കാലത്ത് മനുഷ്യരോടുള്ള ശ്രദ്ധയും സ്നേഹവും വാത്സല്യവും പുലർത്തുന്ന അപൂർവം ചില ആശുപത്രികളിൽ ഒന്നാണ് ദയ എന്ന് എനിക്ക് എൻ്റെ ഈ ചുരുങ്ങിയ കാലത്തെ അനുഭവം കൊണ്ട് തന്നെ പറയാൻ കഴിയും. അവിടുത്തെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും പല വിധത്തിലുള്ള വാർഡന്മാരായാലും പരിചാരകരായാലും ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥരായാലും അവരെല്ലാവരും രോഗികളോട് കാണിക്കുന്ന വിസ്മയകരം എന്ന് തന്നെ പറയാവുന്ന ദയ, കാരുണ്യം അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട് തന്നെ ദയ ആശുപത്രിക്ക് 25 വർഷം തികയുന്നുവെന്നും ഇനിയും അനേകം വർഷങ്ങൾ ഈ ആശുപത്രി ഇതേ കാരുണ്യത്തോടെ, ഇതേ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ പോകുന്നുവെന്നും അറിയുന്നത് അങ്ങേയറ്റം ആഹ്ലാദകരമാണ്. ഞാൻ ദീർഘമായൊരു പ്രഭാഷണത്തിന് ഒരുങ്ങുന്നില്ല. പ്രഭാഷണത്തിന് വേണ്ടി വന്നതുമല്ല, ഒരു കേൾവിക്കാരനായി വന്നതാണ്. എങ്കിലും ദയയിലെ ആദ്യത്തെ എൻ്റെ ചികിത്സ കഴിഞ്ഞ് എനിക്കൊരു മസ്തിഷ്ക രോഗമായിരുന്നു. ഒരുപക്ഷെ അതിപ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായേക്കാം. ഒരു ട്രാൻസിയൻ ഗ്ലോബൽ അമ്നീഷ്യ എന്നൊരു രോഗം മുൻപേ ഉണ്ട്. അതിൻ്റെ ഒരു പുതിയ അവതാരം എന്ന നിലയിൽ സീഷേഴ്സ് ഉണ്ടായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ദയയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു രോഗിയായി കിടക്കുകയും ചെയ്യുന്നത്. അത്ഭുതകരമെന്ന് പറയാം. ഒരുപക്ഷെ എല്ലാ എഴുത്തുകാർക്കും എല്ലാ കവികൾക്കും ഏറ്റവും ദുരന്തപൂർണമായ അനുഭവങ്ങൾ പോലും കഥകളും കവിതകളും നൽകുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും അനേകം കവിതകൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതായി ഉണ്ട്. വളരെ മുമ്പ് എഴുതിയ ആശുപത്രി എന്ന ഒരു കവിതാ പരമ്പര മുതൽ തന്നെ അത് ആരംഭിക്കുന്ന ഒരു ടൈഫോയിഡ് കാലത്ത് എഴുതിയ കവിതയാണ് 40 വർഷം മുമ്പ്. ഇപ്പോൾ വീണ്ടും ദയയിൽ നിന്ന് പുറത്ത് വന്നയുടനെ എഴുതിയ
അല്പം നർമ്മം കലർന്ന ഒരു കവിതയുടെ ചില ചെറിയ ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അത് തീർച്ചയായും ഇവിടെ ഗംഭീരമായ സംഗീത പരിപാടികൾ നടന്നൊരു സദസ്സിൽ വിരസമായ ഗദ്യത്തിലുള്ളൊരു കവിതയുടെ വായന വളരെയൊന്നും സ്വാഗതാർഹമായിരിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ ദയാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ് ഒരർത്ഥത്തിൽ ഈ കവിതയും ഇതിലെ അനുഭവവും എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ വായിക്കുന്നത്. രോഗങ്ങൾ എന്നാണ് കവിതയുടെ ആകമാനമുള്ള പേര്. എനിക്ക് എത്ര സമയമുണ്ടെന്നാണ്, ദീർഘമല്ല കവിത. എനിക്ക് സീഷേഴ്സ് വന്നപ്പോഴും അതിനെ തുടർന്ന് സിയാറ്റിക്ക എന്ന ഞരമ്പും ഡിസ്കുകളുമായി ബന്ധപ്പെട്ട രോഗം വന്നപ്പോഴും എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചികിത്സ മരുന്നിനേക്കാളേറെ നമ്മൾ ഫിസിയോതെറപ്പി എന്ന് പറയുന്ന ശാരീരിക ചികിത്സ അല്ലെങ്കിൽ അഭ്യാസ ചികിത്സ ആയിരുന്നു. അതിനെക്കുറിച്ചാണ് ആദ്യത്തെ കവിത. ഇതിലെ ഫലിതത്തെ നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു. അഭ്യാസ ചികിത്സ. ഒരു കാൽ മടക്കി വയ്ക്കുക, മറ്റേ കാൽ മെല്ലെ ഉയർത്തുക. ഉയർത്തുന്നതിനനുസരിച്ച് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കാണാം. പതുക്കെ മലർന്നു കിടക്കുക, രണ്ട് കൈയും ഒന്നിച്ചുയർത്തുക, ശ്വാസം ഉള്ളിലേക്കെടുക്കുക. അപ്പോൾ രാത്രി മെല്ലെ പടരുന്നത് കാണാം. വലതുകാലിന് സമാന്തരമായി ഇടതുകാൽ വെച്ച് വശം ചെരിഞ്ഞ് കിടക്കുക. ഭൂമിയുടെ മറുപുറം കാണാം. ഇനി ശിരസുയർത്തി കമിഴ്ന്ന് കിടക്കുക. മഹാബലി മറഞ്ഞുപോയ അധോലോകം കാണാം. പിന്നെ കാൽമുട്ടുകൾ രണ്ടും മടക്കി നടുവ് ഉയർത്തിക്കിടക്കുക. ചക്രവാളത്തിൽ പുതിയൊരു ഗ്രഹം ഉയരുന്നത് കാണാം. പിന്നെ ഒന്നും കാണാതാവുന്നത് വരെ കണ്ണടച്ച് ഒരു പുതിയ ലോകത്തെ സങ്കൽപ്പിക്കുക. പിന്നെ ഒന്നും കാണാതാവുന്നത് വരെ കണ്ണടച്ച് ഒരു പുതിയ ലോകത്തെ സങ്കൽപ്പിക്കുക. വാർദ്ധക്യം എന്ന് രണ്ടാമത്തെ ഖണ്ഡം. എൻ്റെ ശിരസ് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ കറുപ്പിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. ഒരു വെളുത്ത മേഘം എൻ്റെ മനസ്സ് ആകാശമാണെന്ന് കരുതി വന്നിറങ്ങിയതിനാലാണ്. എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ മഴയുടെ തണുപ്പ് കൊണ്ടല്ല. കാലം ജീവിതത്തിൻ്റെ എഴുതി നിറഞ്ഞ താളുകൾ വേഗം മറിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ശബ്ദം പതറുന്നത് നിങ്ങൾ കരുതും പോലെ ദുഃഖം കൊണ്ടല്ല. വിശ്വാസങ്ങൾ സംശയങ്ങളായി തൊണ്ടയിൽ കുരുങ്ങുന്നത് കൊണ്ടാണ്. എൻ്റെ ചുമൽ മരവിച്ചു പോയത് നിങ്ങൾ കരുതും പോലെ വലിയ വാക്കുകൾ പൊക്കിയത് കൊണ്ടല്ല. പാറ്റയെ കൊല്ലാനോ മാവ് വെട്ടാനോ കൈ ഉയർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ കാൽ തണുത്തിരിക്കുന്നത് നിങ്ങൾ കരുതും പോലെ പല ഭൂഖണ്ഡങ്ങളിൽ നടന്നതുകൊണ്ടല്ല. എൻ്റെ ഉള്ളിലെ മണ്ണിൽ നിന്ന് ഒരു ഹിമാലയം വളരുന്നത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾ കരുതും പോലെ ഞാൻ മാത്രമല്ല. മരുന്നുകൾ എന്ന ഒരു മൂന്നാമത്തെ കഷ്ടം. ജീവിതം ഒരു രോഗമോ മരുന്നോ എന്ന് ഇപ്പോഴും എനിക്ക് തീർച്ച പോരാ. രോഗമാണെങ്കിൽ അതിനെന്ത് മരുന്ന് വേണമെന്നും മരുന്നാണെങ്കിൽ രോഗത്തിന് എന്ത് പേരിടും എന്നും. ആ ചുവന്ന ഗുളിക അസമത്വം മാറ്റും എന്നതിന് യാതൊരു തെളിവുമില്ല. ആ കാവി ഗുളിക ദേശസ്നേഹം വർദ്ധിപ്പിക്കും എന്നതിനും.
രാവിലെ കഴിക്കുന്ന നീല ഗുളിക വാക്കിന് കടൽ പോലെ ആഴം കൂട്ടുമോ? ഉച്ചയ്ക്ക് കഴിക്കുന്ന വെള്ള ഗുളിക സൂര്യനായി മാറി വെയിൽ കൊണ്ടുവരുമോ? വൈകിട്ട് കഴിക്കുന്ന കറുത്ത ഗുളിക ചൂടുകാലത്ത് മഴ പെയ്യിക്കുമോ? രാത്രി കഴിക്കുന്ന പച്ച ഗുളിക കാടും പുഴയും സംരക്ഷിക്കാൻ നന്നോ? ഇരുമ്പ് ഗുളിക കഴിച്ചാൽ ധർമ്മപുത്രർ കണ്ട നരകം കാണാൻ കഴിയുമോ? ഒരു സ്വർണ്ണ ഗുളിക കഴിച്ച് യേശു പോയ സ്വർഗത്തിലേക്ക് ഉയരാൻ കഴിയുമോ? അറിയില്ല എന്ന് പറയാനേ അറിയൂ. ഗുളികയാക്കി തന്നാൽ എന്തും പഠിക്കാം എന്ന് ശിഷ്യർ ചരിത്രം മുതൽ തത്വചിന്ത വരെ എല്ലാവർക്കും A+ കിട്ടുന്ന ആ നല്ല കാലം വരേണമേ. അവസാനത്തേത് അളവുകൾ. നാഡിമിടിപ്പ് അളവുകൾ. നാഡിമിടിപ്പ് കൃത്യം, രക്തസമ്മർദ്ദം കൃത്യം, ഹൃദയസ്പന്ദം കിറുകൃത്യം. പക്ഷേ എൻ്റെ തലച്ചോറിന് എന്തു പറ്റി ഡോക്ടർ? കഴിഞ്ഞ ജന്മത്തിലെ അനുഭവങ്ങൾ വരെ ഓർമ്മിച്ചിരുന്ന അതിന് ഇന്നലെ വായിച്ച നോവലിലെ കഥാപാത്രത്തെ പോലും ഓർക്കാൻ കഴിയുന്നില്ല. വാക്കുകൾ മാത്രമല്ല, മൗനവും മറന്നു പോകുന്നു. സംഗീതം മാത്രമല്ല, സ്വരങ്ങളും മറന്നു പോകുന്നു. ചിത്രം മാത്രമല്ല, നിറങ്ങളും മറന്നു പോകുന്നു. കുത്തും കോമയും ഇടാൻ മറന്നു പോകുന്നതിനാൽ വാചകങ്ങൾ അവസാനിക്കാതെ നീണ്ടുപോകുന്നു. അതെപ്പോഴും കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൂച്ചകൾ മരിച്ചാലും കരയുമോ? ഈ ലോകത്തിനപ്പുറം മറ്റ് ലോകങ്ങളുണ്ടോ? പ്രപഞ്ചം ആരാണ് കണ്ടുപിടിച്ചത്? ദൈവത്തിൻ്റെ ഭാഷ സംസ്കൃതമോ ഹീബ്രുവോ? എല്ലാ ചിന്താക്കുഴപ്പവും എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു തോന്നൽ. അതെല്ലാം ഏറെ താമസിയാതെ അവസാനിക്കുമോ മനുഷ്യ വംശത്തോടൊപ്പം?